വെടിക്കെട്ട് കാണാൻ പോകുന്ന വ്ളോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് രാവിലെ മുതൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കാശിക്കുട്ടന് ഒട്ടും വയ്യ, പനിയൊക്കെ ആയി. ചെറിയൊരു പനിയാണ്, നല്ല തണവുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഇതായിട്ടാണെന്ന്. പിന്നെ എനിക്കും ചെറിയൊരു വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മിഴിയും മൊഴിയും ചേട്ടനും ചേട്ടത്തിയും പിള്ളേർ സെറ്റും സുജി ചേച്ചിയും സൗമ്യ ചേച്ചിയും എല്ലാവരും കൂടെ ആയിട്ട് വെടിക്കെട്ട് കാണാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് ഇറങ്ങി കേട്ടോ. അതിന് മുമ്പായിട്ട് അവർ വീട്ടിലോട്ട് വന്നിട്ടുള്ളൊരു വീഡിയോ ആണത്. അവരങ്ങ് പോയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായി കേട്ടോ. ഞാൻ കാണാൻ പോകാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച്. പിന്നെ അവിടുത്തെ ചേട്ടന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഗ്രില്ലടിക്കാനൊക്കെ പരിപാടി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചെറിയൊരു സന്തോഷം തോന്നി. എന്തായിരുന്നാലും ന്യൂ ഇയർ കൊളായി പോകത്തില്ലല്ലോ എന്ന് തോന്നി. ഞാൻ ഇവിടെ ഉണ്ടായിട്ട് രണ്ടാമത്തെ ന്യൂ ഇയർ ആണ് കേട്ടോ. ആദ്യത്തെ ന്യൂ ഇയർ കിച്ചുവേട്ടനായിട്ടായിരുന്നു. അത് ഞങ്ങൾ വെടിക്കെട്ടൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന ആദ്യമായിട്ടാണ്, ഗ്രില്ലടിക്കുക, അന്ന് എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുക. ഇതൊക്കെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പാളിപ്പോയി ന്യൂ ഇയർ എന്തായിരുന്നാലും കളറാവുന്നുണ്ട് എന്ന് അപ്പം തോന്നി കേട്ടോ. എല്ലാവരും നല്ല വൈബിലായിരുന്നു. അശിക്കുട്ടൻ അതിനേക്കാളും നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചുവേട്ടനാണെങ്കിൽ അതിന് നല്ല പ്രോത്സാഹനവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് അപ്പം നല്ല സന്തോഷം തോന്നി കേട്ടോ. അത്രയും നേരം ഉണ്ടായിരുന്നുള്ള വിഷമമൊക്കെ എങ്ങോട്ടോ പോയി. പിന്നെ അവർ ചിക്കനൊക്കെ നേരത്തെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും. അപ്പോൾ പിന്നെ അതൊക്കെ നേരത്തെ മാറിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനും അവിടേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗ്രില്ലൊക്കെ അടിക്കുന്ന ടൈമിലാണ് കേട്ടോ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നോർമലി നമ്മൾ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു ഡ്രസ്സും ഒക്കെ ആയിട്ട് ഇട്ടുന്ന സാധാ കട്ടി കുറഞ്ഞ ആവശ്യത്തിന് കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്തു. അപ്പം തന്നെ ഞാൻ ഓടിപ്പോയി എൻ്റെ ഹുഡിയൊക്കെ എടുത്തിട്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല തണുപ്പായിരുന്നു. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ എന്തോ തണുപ്പ് തോന്നി കാണത്തില്ല. കാശിക്കുട്ടൻ എന്തായിരുന്നാലും നല്ല ഇഷ്ടപ്പെട്ടു അന്നത്തെ ദിവസം. എല്ലാവരും കൂടെ എന്നാൽ നല്ല വൈബും നല്ല സംസാരവും എല്ലാം ഒക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഗ്രില്ല് ഉണ്ടാക്കാനുള്ള കനലൊക്കെ കത്തിക്കുന്നതാണ് കേട്ടോ. അതിനൊക്കെ ഇവർ നല്ല രീതിക്ക് വൈബടിച്ച് നിൽക്കുന്നുണ്ട്, നല്ല സംസാരവും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഇന്ന് അച്ചുവേട്ടൻ പാടണം, അച്ചുവേട്ടനും ഷിജുവേട്ടനും കൂടെയൊക്കെ ആയിട്ടുള്ള പാട്ടൊക്കെ ഉണ്ടാവണമെന്നൊക്കെ പറയുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ഹുഡിയൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ. അപ്പം അവർ ചെറിയ ചൂടൊക്കെ കിട്ടുന്നുണ്ട്, എന്നാലും നല്ല ആ ചൂട് തീയൊക്കെ നല്ല രീതിക്ക് കത്തി തുടങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ചെറിയ ചൂടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ കാശിക്കുട്ടൻ്റെ പാട്ടാണ് കേട്ടോ. കാശിക്കുട്ടനെ ഷിജുവണ്ണൻ പാട്ട് പാടാനൊക്കെ പഠിപ്പിച്ചു. പിന്നെ ഞങ്ങളിരുന്ന് ഞങ്ങളുടെ ന്യൂ ഇയർ സെൽഫി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് പേടിച്ചു. പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള സമയമൊക്കെ ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയി ഫ്രിഡ്ജ് തുറന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജ് തുറന്നിടയ്ക്ക് എനിക്ക് അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സൂര്യചന്ദ്രനകത്ത് നിന്ന് അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്നെ അമല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട്. ഞങ്ങൾ 4 ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. 4 രീതിക്കാണ് ഞാൻ മാരിനേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ചില്ലി മാരിനേഷനും പിന്നെ പച്ചമുളക് വെച്ചിട്ടുള്ള ഒരു മാരിനേഷനും പെപ്പർ പിന്നെ തക്കാളിയുടെ അതും കൂടെ. എന്തായാലും അത്യാവശ്യം കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഗ്രില്ല് ചെയ്യാനായിട്ട് ഇതൊക്കെ ഈ മാരിനേഷൻ പരിപാടികൾ പണ്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, കയ്യിലൊക്കെ ചെറിയ ചൂടൊക്കെ തട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, കൊള്ളായിരുന്നു. ഈ വീഡിയോ ഒക്കെ എടുത്തുന്നത് ഷിജു അണ്ണനും കിച്ചുവേട്ടനും കൂടെ കാണാം കേട്ടോ. അങ്ങനെ പിന്നെ ലാസ്റ്റ് എനിക്ക് ചൂടൊക്കെ തട്ടിയപ്പോഴത്തേക്കും ഞാൻ അമലിനെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് ഞാനങ്ങനെ ഈസിനങ്ങ് മാറി. അവനിങ്ങനെ ഇതൊക്കെ എനിക്ക് എന്ത് എന്നുള്ള രീതിയിൽ ചിക്കനിൽ എക്സ്ട്രാ വന്നിട്ടുള്ള അരപ്പൊക്കെ ഇങ്ങനെ പുരട്ടുന്നുണ്ട്. അതൊക്കെ പുരട്ടി വെച്ച് അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കഥ പറഞ്ഞു കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഒരു ഗ്യാങ് എത്തിയിട്ടില്ല. വെടിക്കെട്ട് കാണാൻ പോകാത്ത കുറച്ച് ആൾക്കാരും കൂടെ ഇവിടെയൊക്കെ ഉണ്ട്. അവരെത്തിയിട്ടില്ല, അവർ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ആ ടൈമിൽ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ദൂരത്തുനിന്നുള്ള ആളല്ല കേട്ടോ, തൊട്ടപ്പുറത്തെ മതിലിനപ്പുറമാണ്. അവരെ ഇവിടെ നിന്ന് ഉറച്ച് വിളിച്ചപ്പോഴത്തേക്ക് അവർ കേട്ടിട്ട് അമ്മയും മോനും കൂടെ വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ പിന്നാലെ വരുമെന്നാണ് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഷാമിലി ഇങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് കയറി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചുറ്റുടും ഇങ്ങനെ ഇരുന്നിട്ട് അവൻ നല്ല തണുപ്പൊക്കെ ആണെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല, നല്ല ആക്റ്റീവായിരുന്നു. അവൻ വന്നപ്പോൾ നമ്മുടെ കാശിക്കുട്ടനങ്ങ് ഓണായി കേട്ടോ. പിന്നെ ചെറുക്കന് വാവയെ കണ്ട സന്തോഷമായി. പിന്നെ അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അവരുടെ കളി കൂടുമ്പോഴും ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുമോ എന്നുള്ളത്. ബട്ട് അങ്ങനെയൊന്നും ഇല്ല, പേടിച്ച പോലെ അങ്ങനത്തെ പ്രത്യേകിച്ച് ഉപദ്രവങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രണ്ടുപേരും ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ
ചിക്കൻ ഗ്രില്ലിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. വെച്ചിട്ട് ഒരു ചിക്കനൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് അത് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞണക്കൊന്നും തോന്നിയില്ല, എന്തായാലും നല്ല വെൽ കുക്ക്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഈ പപ്പടം കുത്തി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയപ്പോഴത്തേക്ക് ഉള്ളൊക്കെ നല്ല വെന്ത പോലെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നോക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, ചിക്കനെ ഇത്രയും ക്രൂരമായി എന്തിനാണ് നോക്കുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ കുറേ നേരം അതിലിങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. പാവം, അവനാണ് ഫുൾ ചാർജൊക്കെ ഏറ്റെടുത്തത്. പിന്നെ കിച്ചുവേട്ടനും ഇങ്ങനെ കുക്കായോ എന്നൊക്കെ നോക്കി ഒരെണ്ണം കുക്കായപ്പോഴത്തേക്കും ഞങ്ങൾ കട്ട് ചെയ്തിങ്ങനെ കാസ്ട്രോളിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ, കാരണം ചൂടോടെ തന്നെ ഇരിക്കണമല്ലോ. എന്നിട്ട് നെക്സ്റ്റ് ബാച്ച് ഇടുന്നുണ്ട് കേട്ടോ. ഇത് പച്ചമുളക് വെച്ചിട്ടുള്ളതാണ്, പച്ചമുളകും പുതിനയും മല്ലിയിലയൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഇത് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു ഹോപ്പില്ലാതെ ഉണ്ടാക്കിയ സാധനമായിരുന്നു. ഇതൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചുള്ള സാധനമായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നൊരു ഗ്രില്ലായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഞാൻ കഴിച്ചത് പെപ്പറാണ്, എപ്പോഴും പെപ്പർ കഴിക്കുന്നതുകൊണ്ട് അത് തന്നെയാണ് കഴിച്ചത്. പക്ഷേ അത് മണ്ടത്തനമായി പോയെന്ന് പിന്നീട് തോന്നി. അത്രയ്ക്കും നല്ല ടേസ്റ്റായിട്ട് എനിക്കിപ്പോൾ പറയുമ്പോൾ പോലും അതിൻ്റെ ഒരു ടേസ്റ്റ് എൻ്റെ വായിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ പിന്നെ കുട്ടികളുടെ കളി കുറേ നേരം ഞങ്ങൾ നോക്കിയിരുന്നു. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംസാരങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ വീഡിയോയിൽ പല രീതിക്കുള്ള സംസാരങ്ങളും വരുന്നത് കൊണ്ടാണ്, പല രീതി മീൻസ് ആണുങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്, നമ്മൾ പെണ്ണുങ്ങൾ കുറച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ഓഡിയോ ഇടാത്തത്, കാരണം പല സംസാരങ്ങളും ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഒന്നും വ്യക്തതയുമല്ല. പിന്നെ കാശിക്കുട്ടനും കേശുവും ഇങ്ങനെ നല്ല രീതിക്ക് ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ കളിയും കണ്ടുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ കഴിക്കാം എന്നൊക്കെ വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് കുട്ടികളെയും കൊണ്ട് പോകാമെന്നാണ് വിചാരിച്ചത്, കാരണം കുഞ്ഞുങ്ങൾ ഉറങ്ങി പോകുന്നെങ്കിലോ എന്ന്. പക്ഷെ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അവർ 12 മണി വരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ ഞാൻ കാശിനെയും വെച്ചുകൊണ്ടിരുന്നു. അവൻ വളരെ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവനെ ഫുൾ കളിച്ചാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് പോയി. ഇതിൻ്റെ ഇടയിലായിട്ട് കിച്ചുവേട്ടൻ നാട്ടിലെ ന്യൂ ഇയർ ടൈമൊക്കെ ആയി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വൈൻ കൊണ്ട് തരുന്നുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയ നേരം തൊട്ട് ഒരാൾ നാട്ടിലോട്ടും വീട്ടിലോട്ടും അതുപോലെ തന്നെ കൂടെ ജോലി ഉള്ളവർക്കൊക്കെ ന്യൂ ഇയർ വിഷസ് അയക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ കഴിച്ചെണീറ്റു, കൂടെയുള്ളവരൊക്കെ കഴിക്കാനിരുന്നു, എന്നിട്ട് പോലും ആ വിഷസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ ഒരു സന്തോഷമാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഷിജു അണ്ണൻ അങ്ങനെ എല്ലാവർക്കും ഇരുന്ന് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്. ഇവിടെ കാശിക്കുട്ടൻ 11:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ കാശിക്കുട്ടന് ഫീഡൊക്കെ ചെയ്തിട്ട് കിടത്താമെന്നുള്ളതാണ്. എല്ലാവരും ഒട്ടുമിക്ക ഒരു ചെറിയ ഉറക്കത്തിൻ്റെ ഇതിലൊക്കെ ഏതാണ്ട് ഇരിക്കുന്ന കണ്ടില്ലേ, നല്ല ഉറങ്ങി തൂങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ടൈം ആയപ്പോൾ പോലും ഷിജു അണ്ണൻ്റെ മെസ്സേജിങ് കഴിഞ്ഞിട്ടില്ല, കാരണം ഒരു കോണ്ടാക്റ്റിലുള്ള ഒരാളിനെ പോലും വിടാതെ എല്ലാവർക്കും ന്യൂ ഇയർ വിഷസ് പുള്ളിക്കാരനായിരുന്നു ഫുഡ് പോലും കഴിക്കാതെ അയക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ സമ്മതിക്കണം. ഇന്നത്തെ കാലത്ത് എത്ര പേർക്ക് അങ്ങനെ പറ്റും? ഞങ്ങളുടെ അവിടെ ഇരുന്ന് ആരും ആ ഒരു ടൈമിൽ അങ്ങനെ ആർക്കും വിശ്വാസമൊന്നും അയക്കുന്ന ഞാൻ കണ്ടില്ല. അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് അയക്കുന്നു. അങ്ങനെ പിന്നെ ഇപ്പോൾ ന്യൂ ഇയർ ടൈമൊക്കെ ആയി കേട്ടോ. അവിടെ വെടിക്കെട്ടിൻ്റെ സൗണ്ടൊക്കെ കേട്ട് എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് അന്നങ്ങ് പിരിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് ന്യൂ ഇയർ വിശേഷങ്ങൾ. അടിപൊളി കളർഫുൾ ന്യൂ ഇയർ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.